ഗായ്സ് അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖാണല്ലോ. ഞങ്ങളിതാ മൂന്നാർ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറെ ദിവസമായിട്ടുള്ള പ്ലാനിങ് ആണ്. പെട്ടെന്ന് അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചിട്ട് ഇറങ്ങി. ഒരാൾ വരാം ഒരാൾ വരില്ല പറഞ്ഞിട്ട് കുറെ ദിവസമായി ഞങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കിയിരുന്നു. വിളിച്ച് അങ്ങനെ ഏകദേശം സമ്മതിച്ചു ഓരോരുത്തര്. ചില ആൾക്കാർ വരാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ശരിയുള്ളവരും കൊണ്ട് പോവാൻ പറഞ്ഞിട്ട് ഇറങ്ങി ഞങ്ങള്. അങ്ങനെ പോകുമ്പോ ഒന്ന് മഞ്ഞക്കുളം പള്ളിക്കൊക്കെ കയറിയിട്ടാണ് പോയത്. 1 മണി 1 മണിയൊക്കെ ആയി ഞങ്ങൾ ഇറങ്ങുമ്പോ. കുട്ടികൾക്കൊക്കെ നല്ലൊരു ആഘോഷമായിരുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും പോണ് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. പോരാത്തിന് ഒരു മൈക്കുണ്ടായിരുന്നു. ഞാനും സൻഫിൻ ചേർന്ന പറയണ. പിന്നെ ഞങ്ങള് പാട്ടും കളിയും ചെറിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി സമയം ഒരു 2-3 മണിയായപ്പോ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. തമിഴ്നാട് എത്തിയിട്ടുണ്ടായിരുന്നേ. എവിടെയെന്നൊന്നും അറിയില്ല. ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. ചായ കുടിച്ചു. അങ്ങനെ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോ നേരം വെളുക്കാൻ തുടങ്ങി. എവിടെ എത്തിയെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോകെ തണുപ്പും ചായപ്പൊടി തോട്ടങ്ങളും നല്ല പൂക്കളും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ അവിടെ എത്തുമ്പോ. അങ്ങനെ പോയി ഞങ്ങള് ഒരു 7 മണിയായി മൂന്നാർ കറക്റ്റായിട്ട് ഞങ്ങൾ എത്തുമ്പോ. പിന്നെ ശരി ചായ കുടിക്കാൻ, നല്ല തണുപ്പല്ലേ, എവിടെയെങ്കിലും നിർത്തി ചായ കുടിക്കാൻ പറഞ്ഞു. ശരി ചായ കുടിക്കാനിറങ്ങി. ഞങ്ങളിതാ മൂന്നാർ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കണം. പറയാൻ പറ്റില്ല ഗായ്സ്, അത്രക്ക് തണുപ്പ്. തണുപ്പിന് അവര് നല്ല വിറക് കത്തിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അതിന് തണുപ്പില് കുട്ടികളൊക്കെ എല്ലാരും നിന്നിട്ട് നല്ല ചൂട് തട്ടിക്കായിരുന്നു. ഇടയിൽ കൂടെ ഞാനും ഒന്ന് കൈ കൊണ്ടുപോയി. ഫാത്തിമയും സീനിയും തണുത്ത് വിറച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തെരഞ്ഞു ഒരു റൂം കിട്ടി. കുഴപ്പമില്ല, നല്ല റൂമായിരുന്നു. അങ്ങനെ എല്ലാവരും റെസ്റ്റ് എടുത്തു, നല്ല ഉറങ്ങി. 1 മണി 2 മണിയാകുമ്പോ എണീറ്റു. പുറത്തു പോകാൻ തീരുമാനിച്ചു. ഫുഡ് കൊണ്ടായിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ദിവസം എല്ലാവരും ഇങ്ങനെ കഴിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി. നിയമോളാണ് എപ്പോഴും കരഞ്ഞിട്ടാണ്. അവൾക്ക് എവിടെ പോകുമ്പോഴൊന്നും കരയണം. സൈഡിലും എന്തോ തിരയുണ്ട്, എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഫുഡ് എല്ലാവർക്കും കഴിക്കാനിരുന്ന സമയം കൊണ്ട് എല്ലാവർക്കും ഒന്ന് വാരി കൊടുത്തു. സൻവി പോവാൻ റെഡി ആയിട്ടിരിക്കുന്നു. ഇതാണ് ഫാത്തിമ ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് അവള് സ്റ്റഡിയിൽ നിന്നാണ് പിക്ക് എടുക്കേണ്ടത് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇടയിൽ കൂടെ സൻഫിന്റെ ഒരുക്കം കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് ക്യാമറ തിരിച്ചു. അങ്ങനെ ഞങ്ങൾ മാറ്റി ഇറങ്ങി. വാപ്പി മോള് ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു ഫുഡിന്റെ കട ഉണ്ടായിരുന്നു. ഒരു വീടാണ്, അതിന് അവര് ഫുഡ് ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കണം. അവിടെ പോയി അത്ര രസമൊന്നുമില്ല. ഓരോരുത്തർ 1-2 വീട്ടിലേക്ക് കഴിച്ചു. ബാക്കിൽ ആരാ വരുന്നല്ലേ, ബംഗാളിയാണെന്ന് വിചാരിക്കണ്ട, ഞാനാണ്. അങ്ങനെ സൈഡിൽ ഈ പാട്ടും പാടി ഡാൻസും കളിച്ച് ഞങ്ങൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നല്ല ചായപ്പൊടി തോട്ടങ്ങളും തോന്നിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയെന്നൊന്നും അറിയുന്നില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്ത്, കുട്ടികളും കുറെ ഫോട്ടോസൊക്കെ എടുത്ത്. അങ്ങനെ ഫാത്തിമ കുട്ടികൾ കുറച്ച് ലേസും ഇതൊക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് അവര് പങ്കെടുക്കണ തിരക്കായിരുന്നു. ഡ്രൈവറിൻ്റെ അവള് പാർക്കിൽ കൊണ്ടുപോയില്ല പറഞ്ഞിട്ട് അവള് ചോദിക്കുന്നു, ഞാൻ പാർക്കിൽ കൊണ്ടുപോകുന്നു. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ. കുഴപ്പമില്ല, നല്ല ചെക്കനായിരുന്നു. 2 ജോഡികൾ വരുന്നുണ്ട്. എങ്ങനെ നടക്കണം എന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ കുറച്ച് പാട്ടുണ്ടായിരുന്നു കുട്ടികളുടെ.
വണ്ടിയിൽ മൈക്കുള്ളത് കൊണ്ട് കുട്ടികൾക്ക് കുറച്ച് പാട്ടൊക്കെ പാടി. കുറെ കാലങ്ങളായി ഇവന്റെ പാട്ടൊക്കെ കേട്ട്. പണ്ട് മദ്രസയിൽ പഠിക്കുമ്പോ പാടിയതാണ്. ഞാൻ കൊറേ പറഞ്ഞു അമ്പിളി ചേലുള്ള പാട്ട് പാടുന്നു, അമ്പലമുറ്റത്ത് പാട്ട് പാടുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്റെ മുമ്പില്. അവനക്ക് കുറെ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അറിയണ പോലെ അവൻ പാടുണ്ടായിരുന്നു. കുട്ടികൾ ഒറ്റയ്ക്ക് കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ വിളിച്ചപ്പോൾ വന്ന അവര് വിചാരിക്കുന്ന ടൂർ പോണ ആൾക്കാരാണ്. ഷായത് ക്ഷീണിച്ചൊന്ന് ഉറങ്ങി. ഞങ്ങൾ കളിയാക്കിയിരുന്നു അവനെ. മോനിക്ക് കണ്ണാടി വേണം കൊണ്ട് നോക്കിയിരുന്നു. നല്ല വില, അത് ബലവുമില്ല, ഒന്നും ഇങ്ങനെ അമർത്തിയ പൊട്ടും. വെറും പ്ലാസ്റ്റിക് ഉണ്ടാക്കിയാണ്. അപ്പൊ ഞാൻ മേടിക്കണ്ട പറഞ്ഞു. ഞങ്ങളിവിടെ പിക്ക് എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം എന്തോ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ശരി ഇവിടുന്നേ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇരുന്നു. അവിടെ ഒരു നായനെ കണ്ട. എൻ്റെ മോന് നായനെയും പൂച്ചനെയും കണ്ട ഭയങ്കര ഇഷ്ടമാണ്. അവന് ബിസ്ക്കറ്റ് എന്തൊക്കെ മേടിച്ചിട്ട് കൊടുക്കണ്ടായിരുന്നു. പിന്നെ അത് അവന്റെ പിന്നാലെ കൂടി. അങ്ങനെ ഞങ്ങൾ വരുമ്പോ നല്ലൊരു സ്ഥലം കണ്ടു. പാർക്ക എന്താന്നറിയില്ല. ഞങ്ങൾ കയറാൻ വേണ്ടി വിചാരിച്ചു. പക്ഷെ 7 മണി വരെ സമയമുള്ളൂ. ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഞങ്ങൾ കുറച്ച് വീഡിയോസ് മാത്രം എടുത്തു. വരുന്ന വഴിയിൽ കുറച്ച് ഇംഗ്ലീഷുകാരനെ കണ്ട് അവന്റെ കൂടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ വന്ന് ഞങ്ങൾ കടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഒരുങ്ങി എല്ലാവരും ഇറങ്ങി. കുറച്ച് സ്ഥലങ്ങളും കാണാണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. പോണ വഴിയിലേതാ യൂക്കാലിസ് മരമാണ് പറഞ്ഞിട്ട് എന്തൊക്കെയോ വലിച്ചു തരികയാണ്. ഇളയച്ചനാണ് എൻ്റെ സൈദിലവി പറഞ്ഞത് എൻ്റെ ഇളയച്ചനാണ്. അപ്പൊ ഞങ്ങള് അത് ഫോറസ്റ്റുകാർ പിടിക്കണ്ട പറയുമ്പോ അവൻ പിടിക്കൂല കൊണ്ട് നമുക്ക് വലിച്ചു കാണിച്ചു തരുന്നത് യൂക്കാലിസിന്റെ ഇലയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങി. പക്ഷെ ഞങ്ങൾ ഇവിടെ പോയില്ല. പിന്നെ വേറൊരു സ്ഥലത്താണ് പോയത്. നടന്ന് ക്ഷീണിച്ച് പാവം എൻ്റെ നാത്തുമാരവിടെ ഇരുന്നു. ഇവിടെ കയറി ഒന്നിങ്ങനെ കുറെ ഫോട്ടോസുകളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ കയറി വണ്ടിയിൽ. പിന്നെ സനാന്റെ പാട്ടും ഡാൻസും കളിയൊക്കെ തുടങ്ങി. പെയിൻ ഫോറസ്റ്റ് ഉണ്ട് കൊണ്ട് അവിടേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇറങ്ങി. കുറെ കുരങ്ങുകളുണ്ടായിരുന്നു അവിടെ കാണാന്. കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചു വലിക്കാൻ വേണ്ടി വന്നാണ്. പക്ഷെ ഞങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ആന്റെയൊക്കെ കയ്യിൽ മുട്ടായും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓടിച്ചിട്ട് പോയി. അങ്ങനെ നല്ല ഊഞ്ഞാലുകളും ഇരിക്കാൻ നല്ല കസാലയും ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കുറച്ചു നേരം കളിച്ചു. പെങ്ങന്മാരിനെ എത്തിയിട്ട് കളിപ്പിക്കാണ് സൈഡിലേക്ക്. ഈ മോള് ഞങ്ങൾ പോയി വരുന്ന വരെ ഈ ഊഞ്ഞാല് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം അതിലിരുന്നു. നല്ലൊരു രസമായിരുന്നു. ഇങ്ങനെ എല്ലാരും ഒന്ന് ചൂടുമ്പോ കാണാനും ഞങ്ങൾ കുറച്ച് എപ്പോഴും ഇങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. സംസാരിച്ചിരിക്കും കുറെ. ഈ മോൾക്ക് എൻ്റെ മൂത്ത മോനാണ്. അവനെ ഇഷ്ടമല്ല അവൾക്ക്. പക്ഷെ എന്താന്നറിയില്ല, അവനെ ഇഷ്ടല്ല. അവന്
കുറച്ച് കളിപ്പിച്ചും കൊണ്ടേയിരിക്കും, എന്തെങ്കിലുമൊക്കെ അവളെ ഇടങ്ങറാക്കി കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് തോന്നുന്നത് ഞങ്ങളങ്ങനെ പൈനാപ്പിളും മാങ്ങയൊക്കെ കണ്ടപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ മേടിച്ച് കഴിക്കാനിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഇതിന്റെ ഒരേ ഫോട്ടോ എടുക്കലും വീഡിയോസും. ഇവരൊക്കെ ഇൻസ്റ്റാളത്തെ ആൾക്കാരാണ്. ഞങ്ങൾ അവിടുന്ന് ഫാമിലി ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ക്യാമറ മാൻ ഉണ്ടാവുമല്ലോ അവിടെ, കുറെ വലിയ ഞങ്ങൾ പറഞ്ഞ ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ സാനിക്ക് ഒരു റീൽസ് എടുക്കണം എന്നൊരു പൂതി. അപ്പോൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോയതാണ്. അപ്പോൾ എടുത്ത വീഡിയോസ് ആണത്. കുറെ കടകളുണ്ടായിരുന്നു, എല്ലാം വില കൂടുതല്. ഞങ്ങളങ്ങനെ നല്ല വിഷമമുണ്ടായിരുന്നു. രാവിലെ അധികം ശരിക്കും പോലെ ഫുഡ് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു കട കിട്ടി. കഴിച്ച അടിപൊളി ഭക്ഷണമായിരുന്നു. ഒന്നും ഒരു രക്ഷയില്ല ഗായ്സ്. മീൻചാറൊക്കെ എന്ത് രസം ഉണ്ടായിരുന്നു അറിയോ. എല്ലാവരും ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഒരു വൈകിട്ടായപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ ചായ കുടിക്കാൻ ഇറങ്ങി. അങ്ങനെ പാട്ടും ഡാൻസും അടിച്ചു പൊളിച്ചിട്ട് ഞങ്ങൾ വരാൻ തീരുമാനിച്ചു. പിന്നെ വെറും കളിയും പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഉറക്കം തൂങ്ങിയിട്ടിരിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് സൈഡിൽ വെച്ചിട്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അങ്ങോട്ട് എണീറ്റ് അങ്ങനെ ഡാൻസും പാട്ടും അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡ് പാലക്കാട് എത്തിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പാലക്കാട് നമ്മൾ നേരത്തെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നുണ്ട്, ഇങ്ങനെ ഒരു 11 മണി 12 മണിയൊക്കെ ആവും, ഇപ്പോൾ ഫുഡ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റെഡി ആയിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി നഗരിയിലെത്തി. പാലക്കാട് എത്തിയപ്പോൾ ഞങ്ങൾ കറക്റ്റ് 12 മണിയായിട്ടുണ്ടായിരുന്നു. നഗരിയിലേക്ക് എത്തി. ഞാൻ നഗരിയിലെത്തിയോ എന്തൊരു തിരക്കാണ് ഗൈസ്. എന്താ ആരും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, എനിക്ക് അറിയുന്നില്ല. എന്തൊരു തിരക്കെന്ന് പറയുന്നത്. ഞങ്ങൾ പോയി അരമണിക്കൂർ ഞങ്ങൾ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരും കഴിച്ചു ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഈ വീഡിയോ കഴിഞ്ഞു ഗൈസ്. നല്ല രസമായിരുന്നു. മാഷാ അല്ലാഹ്. ഓക്കെ ഗൈസ്, ബൈ.